അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു പേരുടെ സക്സസ് സ്റ്റോറീസ് ആണ്. സാധാരണ നമ്മൾ കൂടുതലും ചാനൽ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളിൽ വരുന്ന പോസിറ്റീവ് കമൻറ്റുകളാണ് സക്സസ് സ്റ്റോറികളിൽ വായിക്കാറുള്ളത്. സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാനും സൗകര്യം അതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പോസിറ്റീവ് പറഞ്ഞ കുറച്ച് പേരുടെ കമൻറ്റുകളാണ് വായിക്കുന്നത്. ആമുഖം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ ഞാൻ ഗർഭിണിയായി എന്ന് പറയുന്നവരുടെ സന്തോഷത്തോടൊപ്പം ചേരാം. ആദ്യ കമൻറ്റ് ആബിദ ഷഹീർ എന്ന ഐഡിയിൽ നിന്നുള്ള സഹോദരിയാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ ഇക്ക, ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഒരുപാട് ഹാപ്പിയാണ്. 2.5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് 2 മാസമായുള്ളൂ. ചില ടിപ്സുകളൊക്കെ ആത്മവിശ്വാസത്തോടെ ഫോളോ ചെയ്തു. പുണ്യ റമദാൻ മാസം പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇത്താക്കും ഇക്കാക്കും ഒരുപാട് നന്ദി. ഒരിക്കലും രണ്ടാളെയും മറക്കൂല. എല്ലാവർക്കും പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ബാസിമ വഫിയ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ട് ഇപ്പോൾ ഞാനും ഗർഭിണിയാണ്. 3-ാം വർഷം ഞാൻ ഗർഭിണിയാവുകയും ആ കുട്ടി 8-ാം മാസം നഷ്ടപ്പെട്ടു. PCOD ആയിരുന്നു എൻ്റെ പ്രശ്നം. PCOD വരാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തിരുന്നു. ജീവിതശൈലി തന്നെ അങ്ങനെ ആയിരുന്നു. അറിവില്ലായ്മ കൊണ്ടാണ് ശ്രദ്ധിക്കാഞ്ഞതും. ഈ ചാനൽ എനിക്ക് നിർദ്ദേശിച്ചത് എൻ്റെ അമ്മായിയുടെ മകളാണ്. പിന്നെ ഗ്രൂപ്പിലും വന്നു. ഇപ്പോൾ ജീവിതശൈലി ആകെ മാറ്റി. പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണങ്ങളും ഇപ്പോൾ ഒഴിവാക്കി, ഉറക്കം നേരത്തെയാക്കി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ. ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. ദുആ ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഫസ്ന ഇല്യാസ് എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ ഇക്ക, എനിക്കും പോസിറ്റീവായി. 5 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഞാൻ ഇക്ക പറഞ്ഞ ചില ടിപ്സുകളൊക്കെ ചെയ്തിരുന്നു. ഇക്ക ഡോക്ടറെ കാണിച്ചു, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. എനിക്ക് PCOD ആയിരുന്നു. ഇക്ക പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും. അടുത്ത കമൻറ്റ് ഹഫ്സത്ത് എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും ഇക്ക, എനിക്കും പോസിറ്റീവായി. അൽഹംദുലില്ലാ. ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കുഞ്ഞിക്കാൽ കിട്ടാൻ ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നിലനിൽക്കാൻ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. സ്വാലിഹായ സന്താനം ഉണ്ടാവാനും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഹർഷിന എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവായി. ദുആയിൽ ഉൾപ്പെടുത്തണം. 3 വീക്ക് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ബുദ്ധിമുട്ടില്ലാതെ നിലനിർത്തി തരാൻ ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് മുബഷിറ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇത് നിലനിർത്തി തരാൻ വേണ്ടി എല്ലാവരും എൻ്റെ ദുആയിൽ എല്ലാവരും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ആരും ടെൻഷൻ ആവണ്ട. ഇക്ക പറയും പോലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ടെൻഷൻ ഒഴിവാക്കുക. ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു. എനിക്ക് അണ്ടം പ്രോബ്ലം ഉണ്ടായിരുന്നു. ഗ്രാമ്പു വെള്ളം 2 കുടിച്ചിരുന്നു. വെയിറ്റ് കുറച്ചു. ഇക്കാൻ്റെ മെസ്സേജുകളാണ് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടത്. ടെൻഷനെ പൂർണ്ണമായും ഒഴിവാക്കി ഇൻഷാ അല്ലാഹ്. എന്നെപ്പോലെ എല്ലാവർക്കും പോസിറ്റീവ് പറയാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അടുത്ത കമൻറ്റ് നസ്രിയ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഇക്ക, ഞാനും പ്രഗ്നൻ്റ് ആണ്. ഡേറ്റ് തെറ്റിയപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. നോക്കി ഒന്നും കണ്ടില്ല. എനിക്ക് പ്രതീക്ഷ കൈവിട്ടില്ല. പീരിയഡ് തെറ്റി 10 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അൽഹംദുലില്ലാ പോസിറ്റീവ്. ഡോക്ടറെ കാണിച്ചു. 2 വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ ദുആ ചെയ്യണം. ഇക്കാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഓരോ തവണ പല സംശയം ചോദിച്ചു വരുമ്പോഴും എല്ലാം ക്ലിയർ ചെയ്തു തന്നിട്ടുണ്ട്. പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ ഇക്കാക്കും ഫാമിലിക്കും. അടുത്ത കമൻറ്റ് റാണി ജോസ് എന്ന ഐഡിയിൽ നിന്നും ഇക്ക, ഞാനും പ്രഗ്നൻ്റ് ആയി. 5 വർഷമായി. 34 വയസ്സുണ്ട് എനിക്ക്. ഇപ്പോഴാണ് കാർഡ് ടെസ്റ്റ് ചെയ്തത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം. ഒരുപാട് നന്ദിയുണ്ട്. സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഗ്രൂപ്പിൽ ചെയ്ത ടിപ്സുകളെല്ലാം ചേർത്ത് മെസ്സേജ് ഇട്ടോളാം. എല്ലാം നല്ലതായി വരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷാനി സമദ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഇത്ത, എനിക്കും പോസിറ്റീവായി. 2nd പ്രഗ്നൻസിയാണ്. ഒരു മോനുണ്ട്, 6 വയസ്സ്. എനിക്ക് ലോ AMH ആയിരുന്നു. കുറേ ടിപ്സുകൾ ഫോളോ ചെയ്തു. 2 മാസം മുന്നേ ഉള്ള സ്കാനിങ്ങിൽ PCOD ഉണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് നിർത്തി. പിന്നീട് ലോ AMH PCOD ടിപ്സുകൾ ഫോളോ ചെയ്തു. കഴിഞ്ഞ ജൂലൈ ആണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ആയത്. അന്ന് തൊട്ട് ടിപ്സുകൾ ഫോളോ ചെയ്തു. നവംബറിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഡേറ്റ് 6 ആയിരുന്നു.
സിംറ്റംസ് ഒക്കെ കണ്ടതുകൊണ്ട് 5-ന് തന്നെ ടെസ്റ്റ് ചെയ്തു. അൽഹംദുലില്ലാ പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇന്നലെ ഡോക്ടറെ കണ്ടു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കൺഫേം ചെയ്തു. പിന്നെ നെച്ചിക്കാട് ബേത്ത്, യാസീന്, മറിയം സൂറത്ത്, ഫത്തഹ് സൂറത്ത്, നാരിയത്ത് സ്വലാത്ത്, ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി എനിക്കും ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഒരുപാട് താങ്ക്സ്. അടുത്ത കമന്റ് ഷെരീഫ കബീർ എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞാനും ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് സ്കാനിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യുന്നുണ്ട്. ഇക്കാനോടും ഇത്താനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമായി. എനിക്ക് PCOD ആണ്. 1.5 വർഷമായി ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട്. ഇതിൽ നിന്നും ലെഫ്റ്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വെയിറ്റ് ഒക്കെ കുറച്ചു. അപ്പോഴാണ് എനിക്ക് പീരിയഡ് കറക്റ്റ് ആയത്. പിന്നെ ഇക്കാൻ്റെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു. അങ്ങനെ അവർ ചെയ്ത ടിപ്സുകളൊക്കെ അവർ താഴെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി വായിക്കാൻ ഇപ്പോൾ സമയമില്ല. അടുത്ത കമന്റ് തസ്നീം ഷാഹിദ് എന്ന ഐഡിയിൽ നിന്നും മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഇക്ക ഞാനും ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. 10 വർഷത്തിന് ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി പോസിറ്റീവ്. ഇക്കാൻ്റെ ഗ്രൂപ്പിൽ വന്ന ശേഷം PCOD കുറഞ്ഞു. ലാസ്റ്റ് ചെയ്ത ടിപ്സ് കൂവവെള്ളമായിരുന്നു. പിന്നെ ഹോമിയോ കഴിക്കുന്നുണ്ട്. ഇത്താനോടും പറയണം. നിങ്ങളെയും കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അടുത്ത കമന്റ് വന്ദന രാജ് എന്ന ഐഡിയിൽ നിന്നും എനിക്കും പോസിറ്റീവാണ്. ഇന്നാണ് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തത്. 5 വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോസിറ്റീവ് ആകുന്നത്. ഒരുപാട് സന്തോഷം. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്താക്കും ഇക്കാക്കും നല്ലത് മാത്രം വരട്ടെ. ഇത് നിലനിർത്തി തരാനും നിങ്ങളുടെ രണ്ടാളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. മാഷാ അല്ലാ അൽഹംദുലില്ലാ. 12 പേരുടെ കമന്റുകളാണ് നമ്മളിവിടെ വായിച്ചത്. അള്ളാഹു നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ. ഈ പോസിറ്റീവ് പറഞ്ഞ പലരുടെയും കാര്യങ്ങൾ വിശദമായി തന്നെ പറയാൻ മാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ളവരായിരുന്നു. ഗർഭധാരണ തടസ്സമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉള്ളവർ ഇതിലുണ്ട്. അതിനെയൊക്കെ ക്ഷമയോടെ അതിജയിച്ചാണ് അവർ ഗർഭിണിയായത്. ഒരാൾ 21 കൊല്ലശേഷമാണ് ഗർഭിണിയായത്. അതേപോലെ മറ്റൊരാൾ 10 കൊല്ലത്തിന് ശേഷമാണ് ഗർഭധാരണം നടന്നത്. ഒരാളുടെ ഭർത്താവിന് കൗണ്ട് ഉണ്ടായിരുന്നില്ല, സൂസ്പെർമിയ ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ കുറേ പേരുടെ സന്തോഷത്തിൽ നമുക്കും ഭാഗമാകാൻ കഴിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായി ഇവിടെ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഫോളോ ചെയ്യുക. ഗർഭധാരണത്തിന് നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് ഈ ചാനൽ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ക്ഷമയോടെ ഉറച്ച മനസ്സോടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്കും ഇതേപോലെ ഗർഭിണിയായി എന്ന് പറയാൻ കഴിയും. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.